الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സ്നേഹധരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, റഹ്മാനും റഹീമുമായ റബ്ബിൻ്റെ മഹത്തായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങൾ കുറച്ച് സമയമെടുത്ത് ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ ശരീരമാകുന്ന മഹത്തായ നിഅമത്ത്, ആ ശരീരത്തിലെ അതിസൂക്ഷ്മമായ ഫംഗ്ഷനുകൾ, അവയവങ്ങൾ, ആരോഗ്യത്തോടൊപ്പം നല്ലൊരു ജോലി, കുഴപ്പമില്ലാത്ത സാമ്പത്തികാവസ്ഥ, ആ ജീവിതത്തിന് ഹരം പകരാൻ, തിളക്കം കൂട്ടാൻ ഇണകൾ, മക്കൾ, താമസ വാഹന സൗകര്യങ്ങൾ, കുടിക്കുവാനും കുളിക്കുവാനുമുള്ള ശുദ്ധമായ വെള്ളം, ശ്വസിക്കുവാനുള്ള പ്രക്രിയകൾ, ഓക്സിജൻ, ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് ഭാഗ്യം സിദ്ധിച്ചവരാണ് ഞാനും നിങ്ങളും. എന്നാൽ നമ്മൾ ദുനിയാവിലെ ഏത് അനുഗ്രഹങ്ങളെ എണ്ണി നോക്കിയാലും ആ അനുഗ്രഹങ്ങളെക്കാളെല്ലാം ഒരു പടി മുകളിൽ ഇരിക്കുന്ന നമുക്കെല്ലാം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഹിദായത്ത് എന്ന് പറയുന്ന, സന്മാർഗത്തിലേക്ക് വഴി കാണിച്ചു തന്നു എന്നുള്ളത് മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും മുകളിലാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നമുക്ക് ആ അനുഗ്രഹങ്ങളുടെ മേൽ നൽകിയ മറ്റൊരു അനുഗ്രഹമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെൻ്റെ വാക്കല്ല, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇമ്രാനിൻ്റെ 164-ാമത്തെ വചനമാണ്. അല്ലാഹ് പറഞ്ഞതാണ്, ഹബീബായ പ്രവാചകനെ നമുക്ക് നൽകി അല്ലാഹ് അനുഗ്രഹിച്ചു. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين
ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. ലഖദ് എന്ന് പറയുന്ന ആ ഖുർആനിക വചനത്തിന്റെ ആശയം തന്നെ വല്ലാഹി ലഖദ് എന്നാണ്. തീർച്ചയായും അല്ലാഹുവാണ് സത്യം. മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, വിശ്വാസികളെ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അനുഗ്രഹിച്ചത്? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നാം അവരിലേക്ക് അയക്കുക വഴി വിശ്വാസി വൃന്ദത്തെ നാം ഇതാ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നല്ല പറയുമ്പോ, ആ പ്രവാചകൻ ഈ സമൂഹത്തിൽ വന്ന് ചെയ്ത ദൗത്യങ്ങൾ എന്താണ്? യത്ലൂ അലൈഹിം ആയാതി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ഓതിക്കേൽപ്പിച്ചു തരികയാണ്. എന്തിനാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതിക്കേൽപ്പിക്കുന്നത്? ഒരു സമൂഹത്തിന്റെ സമുദ്ധരണത്തിന് വേണ്ടിയാണ്, മുച്ചൂടമുള്ള സംസ്കരണത്തിന് വേണ്ടിയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത് വയുസക്കീഹിം, അതിലൂടെ നാം അവരെ സംസ്കരിക്കുകയും ചെയ്യുകയാണ്. ആ ഹബീബായ പ്രവാചകൻ ചെയ്ത മറ്റൊരു ദൗത്യമാണ് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവിന്റെ ഖുർആനും ഹബീബായ റസൂലുള്ളാഹിയുടെ സുന്നത്തും, അതാണ് അതിന്റെ ആശയം. അത് ജനങ്ങൾക്ക് അവിടുന്ന് നല്ലൊരു അധ്യാപകനായിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എങ്ങനെയുള്ള സമൂഹത്തെയാണ് ഹബീബായ പ്രവാചകൻ ഫിൽട്രേഷൻ നടത്തിയത്? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്ന സമൂഹമായിരുന്നു ഹബീബായ പ്രവാചകൻ വാർത്തെടുത്ത സഹാബികൾ. അവരിൽ നിന്ന് ഊർജം കൊണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് കാണുന്നത് പോലെയുള്ള അധികാരങ്ങളും സ്വാധീനവും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് കടന്നുപോയ ആളല്ല. ഞാൻ ഒന്നുകൂടെ ആ വാചകം ആവർത്തിക്കാം. അധികാരങ്ങൾ എമ്പാടും ഉണ്ടായിരുന്നു, സ്വാധീനങ്ങൾ അതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു. സ്വന്തത്തിനു വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറായ സഹാബികൾ കൂടെ ഉണ്ടായിട്ടും അതൊന്നും ചൂഷണം ചെയ്തില്ലായിരുന്നു. അതൊന്നും ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായി കണ്ടില്ല കൂട്ടരെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ തൻ്റെ സമൂഹത്തോട് നല്ല പ്രതീക്ഷയും അതുപോലെ തന്നെ സന്നദ്ധതയുമുള്ള വ്യക്തിയായിരുന്നു അവിടുന്ന്. കൂടെയുള്ളവരോടൊപ്പം ഒരാളായി ജീവിച്ചു, സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്നു. വലിയ ചില്ലുകൂട്ടിൽ സിംഹാസനത്തിൽ ഇരുന്ന് കൽപ്പിച്ചയാളായിരുന്നില്ലല്ലോ നമ്മുടെ നേതാവ്, അല്ല. ഒപ്പം ജീവിച്ചവരോട് മാത്രമായിരുന്നില്ല, തൻ്റെ അനുയായികളായി ഇനി വരും ഭാവിയിൽ വരാനിരിക്കുന്നവരെ ഓർത്ത് കരഞ്ഞ് സങ്കടപ്പെട്ട് പ്രതീക്ഷയോടെ ഇരുന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞ്? തൻ്റെ കൂടെ ജീവിച്ച സഹാബികളുടെ വിഷയത്തിൽ മാത്രമല്ലായിരുന്നു ആദിയും പ്രതീക്ഷയും ആഗ്രഹങ്ങളും. പിന്നെയോ സഹാബികൾക്ക് ശേഷം ഹബീബായ പ്രവാചകന്റെ കാലശേഷം ഇനി വരാനിരിക്കുന്ന നമ്മളെയൊക്കെ ഓർത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മദീന പള്ളിയുടെ ഓലമേഞ്ഞ മണൽപ്പരപ്പിലിരുന്നു കൊണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയല്ലയോ അബൂ ഹുറൈറ? ആ അബൂ ഹുറൈറ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കലതാ മഹാനായ റസൂലുള്ളാഹ് ബക്കീഇലേക്ക് ചെല്ലുകയാണ്. മദീന പള്ളിയുടെ തൊട്ടടുത്തുള്ള ശ്മശാന ഭൂമിയാണ് ബക്കീഅ. ആ ബക്കീഇലേക്ക് അഥൽ മഖ്ബറ, ആ ഖബർസ്ഥാനിയിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ഹബീബായ പ്രവാചകൻ ഒരു സുന്നത്ത് പഠിപ്പിച്ചു, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ. അതെ, ഖബറുകളിലുള്ളവരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം എന്നവിടുന്ന് പറയുന്നു. എന്നിട്ട് ഇത്ര കൂടി പറഞ്ഞു, വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇനി അനധിവിദൂരമല്ലാത്ത സമയത്തിന്റെ ഉള്ളിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വന്ന് ചേരേണ്ടവരാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, കൂട്ടത്തിലാണ് പറഞ്ഞതെന്ത്? വദിദ്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ.
സഹാബികളൊക്കെ നിൽക്കുമ്പോഴാണ് പറയുന്നത്, വദിദ്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, ഞാൻ എൻ്റെ സഹോദരങ്ങളെ കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു, എൻ്റെ സഹോദരങ്ങളെ കാണാൻ. ആ സമയത്ത് ഇത് കേട്ട സഹാബികൾ ചോദിക്കുകയാണ്, ഖാലൂ അവലൈസ ഇഖ്വാനക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഞങ്ങളല്ലയോ നിങ്ങളുടെ സഹോദരങ്ങൾ? അപ്പൊ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്, നിങ്ങൾ എൻ്റെ സഹാബികളാണ്. വ ഇഖ്വാനുന അല്ലദീന ലം യഅ്തൂ ബഅദ്, എൻ്റെ സഹോദരങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വരാനിരിക്കുന്നവരെ കുറിച്ചുകൊണ്ടാണ്. ഇനി വരാനിരിക്കുന്ന ചില മുസ്ലിം സഹോദരങ്ങളില്ലയോ, അവരെ കുറിച്ചുകൊണ്ട് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഓർത്തുപോയി നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ. എത്ര സ്നേഹിച്ചു അല്ലേ, നമ്മെ എത്ര പ്രതീക്ഷയോടെ കാത്തിരുന്നു ആ പ്രവാചകൻ. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മടങ്ങുന്ന പ്രവാചകന്റെ മരണത്തിന് ശേഷം കടന്നു വരുന്നവരെ കുറിച്ചാണ് ഹബീബായ പ്രവാചകൻ അന്ന് ഓർത്തത്, അതും ബഖീഇൽ വെച്ചുകൊണ്ട്. നമ്മളൊക്കെ ജനിക്കണീൻ്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂൽ നമ്മളെ കാണാൻ ആഗ്രഹിച്ചു അല്ലേ? അതാണ് നമ്മളോട് അത്രത്തോളം താല്പര്യമാണ് കൂട്ടരെ നമ്മുടെ നേതാവിന്. ഖുർആനിലെ തൗബയിലെ 128-ാമത്തെ ആയത്തുണ്ട്. തൗബയിൽ 129 ആയത്തുള്ളൂ ടോട്ടൽ. അതിൻ്റെ അവസാനത്തെ ആയത്തിൻ്റെ മേലത്തെ ആയത്ത് എന്താ പറയുക? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, തീർച്ചയായും മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രവാചകനെ കുറിച്ചുകൊണ്ടാണ്. ആ പ്രവാചകൻ വിശ്വാസികളോട് എങ്ങനെയാണ്? അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആ പ്രവാചകന് സഹിക്കില്ല. നമ്മെ സ്നേഹിക്കുകയായിരുന്നു. എന്നിട്ട് അല്ലാഹ് തുടർന്ന് പറയുന്നത്, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ വിഷയത്തിൽ അതീവ താല്പര്യനാണ്, അത്യാഗ്രഹിയാണ്. നിങ്ങളുടെ ഭാര്യയെക്കാളും സന്താനങ്ങളെക്കാളും നിങ്ങളുടെ ചങ്ക് ബ്രോസുകളെക്കാളും നിങ്ങളുടെ വിഷയത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചവനാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് വളരെ ദയാലുവാണ്, കാരുണ്യമുള്ളവനാണ്. ഇതാണ് നമ്മുടെ വിഷയത്തിൽ ഹബീബായ പ്രവാചകന്റെ നിലപാട്. എന്താ പറഞ്ഞത്? നമ്മെ നമ്മുടെ നബി സ്നേഹിച്ചു. നമ്മെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു. ഏറ്റവും വലിയ സ്നേഹം എന്താ പറയുക? നിങ്ങൾ നരകത്തിൽ കിടക്കാതിരിക്കാനുള്ള എല്ലാ നല്ല വഴികളും പറഞ്ഞു തരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്നേഹം. ആകാശത്തിൻ്റെ താഴെ ഭൂമിയുടെ മേലൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചാരിറ്റി എന്താണെന്നറിയോ? നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ. ഒരു ക്യാൻസർ രോഗിക്ക് അവൻ്റെ വേദന മാറാൻ മരുന്നിന് വേണ്ടി കൊടുക്കുന്ന പണത്തേക്കാളും കൂലിയാണ് ഒരു മനുഷ്യനെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അല്ല നാർക്കിൽ വാദമുണ്ടോ? സഹോദരങ്ങൾ, ഏത് ഭൗതിക വിഷയത്തെക്കാളും വലുതാണ് നരകം. കാരണം മിന്നഹാ സാഅത്തു മുസ്തഖറൻ വ മുഖാമാ, മോശപ്പെട്ട സങ്കേതമല്ലയോ ആ നരകം. വിശ്വാസികളെ, നിങ്ങൾക്കത് സഹിക്കില്ല എന്നാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, നരകത്തെ സൃഷ്ടിച്ചവൻ പറഞ്ഞത്. നമ്മളിൽ പലർക്കും പല വിഷയത്തിലും ബോധം വരുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങൾക്ക് കേൾക്കണോ? വിചാരണ നാളിൽ നാളെ ശഫായത്തിന് വേണ്ടി ജനങ്ങൾ വിയർത്തു കുളിച്ചു നിൽക്കുമ്പോ ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കന്മാരെല്ലാം മനുഷ്യ മക്കളെ കൈവെടിയുമ്പോ ആ ഹബീബായ പ്രവാചകൻ മാത്രമാണ് ശഫാഅത്തിന്റെ അവകാശിയായി നാളെ പരലോകത്ത് നമുക്ക് തുണയായി നിൽക്കുന്നത്. എന്തേ നബിക്കത് കിട്ടാൻ കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് നാളെ പറയുന്നുണ്ടത്രേ. അവിടെയും സ്നേഹിക്കുകയാണ് മുത്തുനബി. ഇവിടെ വെച്ച് മാത്രമല്ല, യാ റബ്ബ് ഉമ്മത്തി ഉമ്മത്തി, എന്റെ റബ്ബേ, എന്റെ സമൂഹം എന്ന് പറഞ്ഞുകൊണ്ട്
പരലോകത്ത് സ്വന്തം ശരീരത്തെക്കാൾ അധികം ഉമ്മത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആവുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് നബിക്ക് മാത്രം ആ ഒരു ശഫാഅത്തിന് അവകാശം കിട്ടിയത്? അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്തൊരു തങ്കക്കട്ടിയായ ഓഫർ ഉണ്ടായിരുന്നു. ദുനിയാവിൽ നിന്ന് ചോദിച്ചാലും അല്ലാഹു കൊടുത്തിരുന്നു. പക്ഷേ അത് വിശ്വാസികളായ നമുക്ക് വേണ്ടി മാറ്റിവെച്ചു, പരലോകത്തേക്ക് മാറ്റിവെച്ചു. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. ലോകത്ത് കടന്നു വന്ന എല്ലാ നബിമാർക്കും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദുആ അല്ലാഹു കൊടുത്തിരുന്നു. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതുഹു. ആ പ്രാർത്ഥനയുടെ വിഷയത്തിൽ എല്ലാ നബിമാരും ധൃതി കാണിച്ചു, അവരൊക്കെ അത് ചോദിച്ചു കഴിഞ്ഞു. എന്നാൽ ഹബീബായ നബി പറയുകയാണ്, വഇന്നി ഇഖ്തബതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി യൗമൽ ഖിയാമ. കൂട്ടത്തിൽ എനിക്കും തന്ന ആ ഓഫർ ഞാൻ എടുത്തു വച്ചിരിക്കുകയാണ് പരലോകത്തേക്ക് എൻ്റെ ഉമ്മത്തിന് വേണ്ടി. അപ്പൊ അവിടെയും സ്നേഹിക്കുന്നു, പരലോകത്തും നമ്മെ സ്നേഹിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമുക്ക് തിരിച്ചും സ്നേഹിക്കണ്ടേ നമ്മുടെ നേതാവിനെ? നമുക്ക് തിരിച്ചും സ്നേഹിക്കണ്ടേ നമ്മുടെ ജീവന്റെ ജീവനേക്കാൾ? നമ്മെ കാണുന്നതിന്റെ മുന്നേ നമ്മെ സ്നേഹിച്ച നബിയെ, നാളെ വരാനിരിക്കുന്ന ലോകത്ത് നമുക്ക് വേണ്ടി റബ്ബിന്റെ മുന്നിൽ ശഫാഅത്ത് ചെയ്യുന്ന നബിയെ നമുക്ക് സ്നേഹിക്കണ്ടയോ? അവിടെയാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതെന്ത്? ആ സ്നേഹം നിങ്ങൾ തിരിച്ചു കൊടുത്തില്ല എങ്കിൽ ഈമാനിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ലോകത്തുള്ള ഇഷ്ടഭാചനങ്ങളെക്കാളെല്ലാം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളാരും യഥാർത്ഥ വിശ്വാസിയാവില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം സ്നേഹിക്കണം? എന്തൊരു പ്രതീക്ഷയാണ് നമ്മുടെ മക്കളുടെ വിഷയത്തിലല്ലേ? ആ മക്കളേക്കാൾ ഭാര്യയോട് ഭർത്താവിനോട് ഇടക്കൊക്കെ നമ്മൾ പിണങ്ങുകയും മിണ്ടുകയും ചെയ്യുന്നുണ്ടെങ്കിലും രസകരമായ ജീവിതത്തിൽ നമ്മുടെ കൂടെ ജീവിതം പങ്കിടുന്ന ഇണയുണ്ടല്ലോ, ആ ഇണയേക്കാളധികം നിങ്ങളുടെ സ്വന്തം ഉമ്മയുടെ വയറ്റിൽ ജനിച്ച ജ്യേഷ്ഠൻ അനിയന്മാരെക്കാളധികം, നിങ്ങളുടെ പെങ്ങന്മാരെക്കാളധികം, കുടുംബക്കാരെക്കാളധികം, നിങ്ങൾ ചോര നീരാക്കി ഉണ്ടാക്കുന്ന സമ്പത്തിനേക്കാളധികം, മാത്രമല്ല നിങ്ങൾ വലിയ പ്രതീക്ഷയായി കാണുന്ന കച്ചവടങ്ങളില്ലയോ, നിങ്ങൾ ചെയ്യുന്ന ജോലികളില്ലയോ, അതിനേക്കാളധികം നിങ്ങൾ ആ ജോലിയിലൂടെ പ്രവാസിയായി നാട്ടിൽ അധ്വാനിച്ചൊക്കെ ഉണ്ടാക്കിയ നിങ്ങളുടെ ഭവനങ്ങളുണ്ടല്ലോ, അതിനേക്കാളെല്ലാം നിങ്ങൾ നബിയെ സ്നേഹിക്കണമെന്ന് ഖുർആൻ പറയുന്നു. ഇത് എന്റെ ആശയമല്ല, ഞാനൊന്നും എന്റെ വക പറയുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആനിലെ വചനം ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചില്ലേ? ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി ഫതറബ്ബസൂ വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. 8 കാര്യങ്ങൾ. ആ 8 കാര്യങ്ങളിൽ നിന്ന് നമുക്കാർക്കും മാറിക്കാൻ പറ്റില്ല. ഈ 8 കാര്യങ്ങളെക്കാൾ നിങ്ങൾ സ്നേഹിക്കുന്നത്, താഴെ പറഞ്ഞ 3 കാര്യങ്ങളെക്കാൾ നിങ്ങൾ സ്നേഹിക്കുന്നത് ഈ പറയാൻ പോകുന്ന 8 കാര്യങ്ങളെയാണോ എങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. എന്ത്? അള്ളാഹുവിൻ്റെ ശിക്ഷയെ. ഏതൊക്കെയാണ് 8 കാര്യങ്ങൾ അറിയങ്ങളെ? നിങ്ങളുടെ പിതാക്കളേക്കാൾ, നിങ്ങളുടെ മക്കളേക്കാൾ, വഇഖ്വാനിക്കും സഹോദരങ്ങളേക്കാൾ, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകളേക്കാൾ, വഅശീറത്തുക്കും നിങ്ങളുടെ കുടുംബക്കാരേക്കാൾ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ നിങ്ങൾ അധ്വാനിക്കുന്ന സമ്പത്തിനേക്കാൾ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ നിങ്ങളുടെ കച്ചവടത്തേക്കാൾ. 7 എണ്ണായിപ്പോ 8ാമത്തെ എന്താ നിങ്ങള്?
വമസാകിന തറളൗനഹാ, നിങ്ങളുടെ കണ്ണിന് കുളിർമയേകുന്ന നിങ്ങളുടെ ഭവനങ്ങളെക്കാൾ ഈ 8 കാര്യങ്ങളെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്? ആരേക്കാൾ? അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും വജിഹാദിൻ ഫീ സബീലിഹി, വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾ സ്നേഹിക്കുന്നത് ഈ 8 കാര്യങ്ങളെയാണെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹിം, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരുന്നത് കാത്തിരുന്നു കൊള്ളുക. ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാ? അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇതിൽ നിന്ന് തെറ്റിയിട്ടാ ജീവിക്കണമെങ്കിൽ അവൻ ഫാസിക്കാണ്, തമ്മാടിയാണ്. അള്ളാഹ് അവനെ ഹിദായത്തിലാക്കൂല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വന്തത്തേക്കാൾ നബിയെ സ്നേഹിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവൻ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു എന്നുള്ളതാണ്. അതിലൊന്ന് പറഞ്ഞത് സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ. ഈമാനിൻ്റെ ഒരു ഹലാവത്തും ഈമാനിൻ്റെ ഒരു മാധുര്യമുണ്ട്. അതിലൊന്നെന്തറിയോ? അൻ യകൂന അല്ലാഹ വറസൂലഹ്, അല്ലാഹുവും അവൻ്റെ ദൂതനും നിങ്ങൾക്കാകണം. അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ മറ്റൊരാശയം, ലോകത്തുള്ള മറ്റെന്തിനേക്കാളും. മദീന പള്ളിയിൽ ക്ലാസ് എടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടത്തിൽ പറഞ്ഞു, പ്രവാചക സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ പറയാണ്, മഹാനായ ഉമർ ബിൻ ഖത്താബ് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, വല്ലദി, നബിയെ, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. എൻ്റെ ബോഡി കഴിഞ്ഞാൽ, ഉമർ തങ്ങൾ പറയാണ്, എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് താങ്കളെയാണ്. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താ? ഉമറെ, വിശ്വാസപരമായി താങ്കളുടെ ആ വിഷയത്തിലുള്ള പൂർത്തീകരണം നടന്നിട്ടില്ല എന്നാണ്. പൂർത്തീകരണം നടക്കണമെങ്കിൽ എന്ത് വേണം? അതായത് ഭാര്യ മക്കളൊക്കെ ലിസ്റ്റിൽ നിന്ന് പുറത്താണ്. അവരെക്കാളൊക്കെ എൻ്റെ ബോഡി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ്. നമ്മളെ സ്വന്തം ശരീരത്തിൽ അത്ര സ്നേഹിക്കണ ആരും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞു, എങ്കിൽ നിങ്ങളെ ശരീരം കഴിഞ്ഞുകൊണ്ടല്ല ഉമറെ താങ്കൾ എന്നെ സ്നേഹിക്കേണ്ടത്, അതിനേക്കാൾ സ്നേഹിക്കണം. അറിയില്ലായിരുന്നു ഉമർ ബിൻ ഖത്താബിന്. കേട്ട ഉടനെ അദ്ദേഹം അത് തിരുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? അള്ളാഹുവിൻ്റെ റസൂലേ, എങ്കിൽ അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, എൻ്റെ സ്വന്തം ശരീരത്തേക്കാൾ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു നബിയെ. ഉടനെ തന്നെ റസൂലുള്ളാഹിയുടെ മറുപടി, അൽ ആന യാ ഉമർ, ഉമറെ, ഇപ്പോഴാണ് താങ്കൾ വാജിബ് പൂർത്തിയാക്കിയത്, ഈമാൻ ഇപ്പോഴാണ് പൂർത്തിയായത് എന്ന് അവിടുന്ന് പറഞ്ഞു. എന്താ മനസ്സിലായത്? ഈ ബോഡിയേക്കാൾ സ്നേഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജറ വേളയിൽ വായിച്ചിട്ടുണ്ടോ നിങ്ങളെ ചരിത്രം? 8 ദിവസമാണ് മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത്. 8 ദിവസത്തെ ത്യാഗോജ്വലമായ യാത്ര. അത് ഈ മിമ്പറുമെന്നേ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല ആർക്കും. അത്ര പ്രയാസപ്പെട്ട യാത്രയായിരുന്നു. ആ 8 ദിവസം തൻ്റെ കൂടെ, നമ്മളെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ കട്ടക്ക് കൂടെ നിന്ന ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി ഇങ്ങനെ നടക്കുമ്പോൾ ഇടക്ക് മുമ്പിൽ, ഇടക്ക് ബാക്കിൽ, ഇടക്ക് വലത്ത്, അടുത്ത് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞിങ്ങനെ നടക്കുക. എന്തായിരുന്നു? റസൂലുള്ളാഹിക്ക് വരെ മനസ്സിലായില്ല, എന്താ താങ്കൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയെ, പേടിയാണ്, അവിടെ നടക്കുമ്പോൾ ബാക്ക് കൂടി അപ്പുറത്തും ഇപ്പുറത്തും ശത്രുക്കൾ വന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? സഹോദരങ്ങളെ, ദേഷ്യമല്ല തോന്നുന്നത്, ഇയാളെ കൂടെ കൂടിയിട്ടാണല്ലോ നാടും വീടൊക്കെ വിട്ട് പോകേണ്ടി വന്നത്, കുടുങ്ങിയല്ലോ എന്ന് പറഞ്ഞ് എന്താണ് പോകുക? ഒരു മനസ്സില്ല മനസ്സോടെ ആയിരുന്നില്ല. അപ്പോൾ പിന്നെയോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100ൽ 100 ഹബീബായ പ്രവാചകൻ സമർപ്പിച്ചു. അങ്ങനത്തെ ഒരാൾക്കല്ലേ
അല്ലേ? സ്വന്തം ജീവനേക്കാൾ മറ്റൊരു ആളെ സ്നേഹിക്കാൻ കഴിയാൻ എന്ത് വേണം? അത്രയും മനസ്സിൽ ആ മനുഷ്യൻ ആഴ്ന്നിറങ്ങണം. എങ്ങനെയായിരിക്കണം നമ്മൾ ആ നബിനെ സ്നേഹിക്കേണ്ടത് എന്ന് അവർ കാണിച്ചു തന്നു. ത്വൽഹ, സ്വർഗത്തിലെ 10 ആളുണ്ട്, നമുക്ക് ത്വൽഹനെ കാണാൻ പറ്റും. അശറത്തുൽ മുബശ്ശിരീനിലെ 10 ആളെ എണ്ണുമ്പോൾ ത്വൽഹയെ കാണാം. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ചിതറിയോടി, ആകെ കൺട്രോൾ തെറ്റി, ഓർഡറൊക്കെ തെറ്റി. കാരണം തീരുമാനിച്ച കാര്യങ്ങൾ തെറ്റിച്ചു. ഉഹദ് യുദ്ധത്തിന്റെ മുന്നേ മീറ്റിംഗിൽ തീരുമാനിച്ച തീരുമാനങ്ങള് സഹാബികളിൽ ചിലർ തെറ്റിച്ചു. എന്തുണ്ടായി? 70 പേരെ നഷ്ടമായി. അതിൽ ഹംസമാരുണ്ട്, അതിൽ മിസ്അബ് ബിൻ ഉമൈറുമാരുണ്ട്, അനസ് ബിൻ നളറുമാരുണ്ട്, മഹാനായ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷുമാരുണ്ട് റളിയല്ലാഹു അൻഹു. തീരോ? ചെറിയൊരു അപാകത. അതുകൊണ്ട് മുശാവറയിലെടുത്തൊരു തീരുമാനം തെറ്റിച്ചാൽ വരുന്ന അപകടം കൂടി ആ ചരിത്രത്തിലുണ്ട്. പക്ഷേ പല ആൾക്കാരും കൺട്രോൾ വിട്ട് ചിതറി ഓടിയപ്പോഴും 14 പേര് ഓടിയില്ല. ആ 14-ൽ ഒരുവനായിരുന്നു ത്വൽഹ. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇടത് കൈകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹിയെ സംരക്ഷിക്കുകയായിരുന്നു. ചരിത്രം വായിക്കുമ്പോൾ കാണാം 80ഓളം വെട്ടുകൾ ത്വൽഹയുടെ ശരീരത്തിലുണ്ടായിരുന്നു. ബ്ലേഡ് കൊണ്ടൊന്ന്, കത്തി കൊണ്ടൊന്ന് കൈമുറിഞ്ഞാൽ, നടന്നു പോകുന്ന വഴിയിൽ കാല് കല്ലിലൊന്ന് വെച്ചു കുത്തിയാൽ വേദന അനുഭവിക്കുന്ന നമ്മുടെ പോലത്തെ അതേ ശരീരമുള്ള ത്വൽഹ, 80-ലധികം ശരീരത്തിൽ മുറികൾ, അതും ഈ ചൂണ്ടുവിരൽ ഇറക്കിയാൽ ഇറങ്ങിപ്പോകുന്ന ആഴത്തിലുള്ള വെട്ടായിരുന്നു. ഈ ത്വൽഹമാരുടെ ചരിത്രങ്ങളിൽ നിൽക്കുന്നുണ്ടോ ഈ സംഭവങ്ങളൊക്കെ? നബിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മാസത്തിൽ, ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഇങ്ങനെ മദ്ഹ് ചൊല്ലി അല്ലെങ്കിൽ ഹബീബായ പ്രവാചകന്റെ ജീവിതം പറഞ്ഞ് നടക്കലല്ല. കൊല്ലത്തിൽ 365 ദിവസമുണ്ടോ അത് ചെയ്യണം. കണ്ടില്ലേ, ഇന്ന് സമൂഹം ഇന്ന് നബിദിനാഘോഷത്തിന്റെ തിരക്കിൽ റബീഉൽ അവ്വൽ അപ്പോൾ ഉള്ളത് റബീഉൽ അവ്വൽ 2 ഇത് ഞാൻ ഇന്നത്തെ മിമ്പറിൽ നിന്ന് പറയാതെ പോയാൽ അള്ളാഹ് എന്നോട് ചോദിക്കുന്നു, എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താ അറിയോ? ഏതെങ്കിലും നിലക്ക് ആ ബിദ്അത്തിനോട് സഹകരിച്ചാൽ നീ ദീന് പൊളിക്കാൻ സഹായിച്ചവനാണ്. ഒരു സഹോദരൻ മിനിഞ്ഞാന്ന് ഞങ്ങളോട് ചോദിച്ചു, ഉസ്താദേ മദ്ഹ് അല്ലേ അത്? സഹോദരങ്ങളെ, മദ്ഹ് പറയാ എന്ന് പറഞ്ഞാൽ അത് നബി പഠിപ്പിച്ചതായിരിക്കണം. നബി പറഞ്ഞതുപോലെ അതാണ്, അതിനാണ് നബിനെ പറഞ്ഞയച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഈ റബീഉൽ അവ്വലിന് കൊണ്ട് നടക്കുന്ന ഈ ആഘോഷം കൊണ്ടുവന്നത് ആരാരെങ്കിലും നിങ്ങൾ പരിശോധിച്ചു. പഠിക്കാൻ തയ്യാറുള്ളവരാണോ? നിങ്ങൾക്കത് ഷിയാക്കളിൽ ചെന്നിട്ട് മുട്ടുള്ളൂ. ഫാത്തിമിയാക്കൾ, ഉഗ്രവാദികൾ. ആരാ ഷിയാക്കൾ? കാബത്തിൻ്റെ അടുത്തുള്ള പവിത്രമായ കല്ലായ ഹജർ അസ്വദ് കട്ടുകൊണ്ടുപോയ ടീമാണ്. അബൂബക്കർ സിദ്ദീഖ് നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹം കാഫിറാണെന്ന് പറയുന്നവരാണ്. ഉമർ തങ്ങൾ കടന്ന വഴിയിലേക്ക് ശൈത്താൻ പിന്നെ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞ ധീരനായ ഉമറിനെ മുഖത്ത് നോക്കിയിട്ട് എത്ര പ്രാവശ്യം നബി പറഞ്ഞിരിക്കണേ, ഉമറും ഫിൽ ജന്ന എന്ന്. ആ ഉമർ കാഫിറാണെന്ന് പറയുന്നവരാണ് ഷിയാക്കൾ. അലിക്ക് മുമ്പ് വന്ന മറ്റൊരു ഖലീഫയാണ് ഉസ്മാൻ. ഉസ്മാനെ കുറിച്ച് എത്ര വട്ടം നബി പറഞ്ഞിരിക്കണം, ഉസ്മാൻ ഫിൽ ജന്ന, അദ്ദേഹം കാഫിറാണെന്ന് പറയുന്നവരാണ് ഷിയാക്കൾ. അഹ്ലു സുന്നയുടെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ യുവാക്കൾ, അഹ്ലു സുന്നയുടെ വിഭാഗത്തിൽ നിന്ന് പുറത്തുപോയ ഷിയാക്കളിലെ ഉഗ്ര വിഭാഗമാണ് ഫാത്തിമിയാക്കൾ. മുസ്ലിം ലോകത്തുള്ള അന്ന് ജീവിച്ച ഉലമാക്കൾ ഈ ഷിയാക്കളെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന്, അഹ്ലു സുന്നയുടെ വൃത്തത്തിൽ നിന്ന് എല്ലാ നിലക്കും പിഴച്ചവരാണ്. ജൂത സിട്ടികളാണ് അവർ. ജൂതന്മാരുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു സബഈന്റെ വാദങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ തെളിയിച്ചപ്പോ, അവർ ഒറ്റപ്പെട്ടപ്പോ ലോകത്തിന്റെ ശ്രദ്ധ അവരിലേക്ക് കൊണ്ടുവരാൻ അവർ കൊണ്ടുവന്ന ആഘോഷമാണത് എന്ന് ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിലില്ലേ? ഇല്ലേ? അത് പിന്നെ ഇവിടുന്ന് ലൈലത്തുൽ ഖദറിനേക്കാൾ കൂലിയുള്ളതായിട്ട് എപ്പോഴാണ് മാറിയത്? ആയിക്കോട്ടെ, ഒറ്റ ചോദ്യം. ഈ ലൈലത്തുൽ ഖദറിന്റെ കൂലി കിട്ടിയ ഒരു സഹാബിയുടെ പേര് പറ. ഒരു വെച്ചടി ജാഥ നടത്തിയ അന്നൊരു ഈത്തപ്പഴമെങ്കിലും കൊടുത്തുകടി, ഇന്ന് മന്തി കൊടുക്കാൻ നമ്മൾ പറയണത്, അന്നൊരു ഈത്തപ്പഴം കൊടുത്തിട്ടുണ്ടോ? ഒറ്റ ഹദീസ്. ബുദ്ധിയുള്ളവരോടെ ഞാൻ ചോദിക്കണേ, ഇപ്പോഴും അതിനെ നോർമലൈസ് ചെയ്യുന്നവരോടാണ് ചോദിക്കുന്നത്. പറ. ശുദ്ധ ഇസ്ലാമിൽ ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപമാണ്
ബിദ്അത്ത്. അവനോട് ഏതെങ്കിലും ഒരു നിലക്ക് നീ ഒരു സെക്കൻഡ് സഹകരിച്ചാൽ ആ വിഷയത്തോട്, വ്യക്തിപരമായിട്ട് ആരോടും നമുക്ക് വിയോജിപ്പില്ല. ഇവിടുത്തെ സമസ്തക്കാരോടുമില്ല, ഹൈന്ദവരോടുമില്ല, ആരോടുമില്ല. എല്ലാവരും ഈ നാട്ടിലെ മനുഷ്യരാണ്. വ്യക്തിപരമായിട്ട് ആരോടും മുസ്ലിങ്ങൾ ദേഷ്യം പാടില്ല. പക്ഷെ ആശയപരമായിട്ടുണ്ടാവും. അത് തല്ലലും കുത്തലും അല്ല, പറഞ്ഞു കൊടുക്കും നസീഹത്തോടെ. അതിനിടങ്ങാറായിട്ട് കാര്യമില്ല. മനസ്സിലായോ? അതാണ് അള്ളാഹുവിന്റെ റസൂൽ എല്ലാ ഖുതുബയിലും പറയാറുള്ളത്, കുല്ലു ബിദ്അത്തിൻ ളലാല. നിങ്ങൾ ചോദിക്കുക, കേരളത്തിൽ അറിയപ്പെട്ട പ്രഭാഷകരായ ഈ പറയപ്പെട്ട ആളുകളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്താ പറയല്? പ്രവാചകനോ സഹാബികളോ അത് കഴിച്ചിട്ടില്ല, പിന്നെന്തിനാ മോനെ അത്? പിന്നെന്തിനാ അത്? ഒലക്കളവില്ല ഈമാനാണോ നിനക്ക്? അതുകൊണ്ട് നബിയോടുള്ള സ്നേഹം ഖുർആൻ പറഞ്ഞു. എന്ത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നീ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിനക്ക് എല്ലാം നൽകി അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ ഫത്തബിഊനി, ഖുർആൻ പറയാൻ, നബിയായ എന്നെ പിൻപറ്റ്, എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്. നീ ഇന്ന് പള്ളിയിലേക്ക് വന്നില്ലേ? പ്രവാചക സ്നേഹമാണ്. കാരണം നബി പറഞ്ഞു വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ. ഞാനിന്ന് ഖുത്ബ പറയുന്നില്ലേ? ഞാനൊരു പ്രവാചക സ്നേഹിയാണ്. മുത്തുനബി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത്തരം ആളുകൾ സമൂഹത്തിന് ഉത്ബുദ്ധരാക്കി കൊടുക്കണം. അത് നബിയുടെ സ്നേഹമാണ്. നിങ്ങൾ ഇനി പള്ളിയിൽ നിന്ന് ഇറങ്ങൂലേ? ഇടതുകാലം വെച്ചിറങ്ങിയോ? നീ പ്രവാചക സ്നേഹിയാണ് അല്ലേ? സൗബാൻ ഒരിക്കൽ ക്ലാസ്സിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണ്ടേ, പിന്നെ ക്ലാസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോനെ സൗബാനെ, മുഖത്തൊരു വിഷമം കാണുന്നുണ്ടല്ലോ, എന്താ പറ്റിയത്? സൗബാൻ പറഞ്ഞു, നബിയേ, നിങ്ങളെ കാണാൻ തോന്നുമ്പോൾ എപ്പോൾ ആണെങ്കിലും മദീനയുടെ പള്ളിയുടെ പരിസരത്തൊന്നും നിങ്ങളെ കാണാൻ പറ്റും. പക്ഷേ ഞാൻ നിങ്ങളൊക്കെ മരിച്ചുപോയാലേ പരലോകത്തൊക്കെ നിങ്ങൾ ഉയർന്ന സ്ഥാനത്തായിരിക്കും. അവിടുന്ന് എങ്ങനെ നിങ്ങളെ കാണുക? ഓലൊക്കെ സങ്കടമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ കുറച്ചു നേരം ആലോചിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരായത്തിറങ്ങി. ഏതാണ് ആയത്ത്? وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَٰئِكَ رَفِيقًا. സൗബാന്റെ വിഷയത്തിൽ അവതരിച്ച ആയത്താണത്. എന്താ പറഞ്ഞത്? ആരാണോ അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കുന്നത്, വഹീനെ സ്വീകരിച്ച് ജീവിക്കുന്നവർ ആരാണോ, അവർ 4 വിഭാഗത്തിൻ്റെ കൂടെ സ്വർഗത്തിലെന്നാണ്. അള്ളാഹു അവർ നമ്മെ ചേർക്കുമാറാകട്ടെ. ആരൊക്കെയാണത്? നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കണം എങ്ങനെയാ? വഹസുന ഉലൈക റഫീഖ. അവർ സ്വർഗത്തിൽ എത്ര നല്ല കൂട്ടുകാരന്മാരാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ച സ്വർഗത്തിൽ നബിൻ്റെ അയൽവാസിയായിട്ട് ജീവിക്കാം. അതെന്താ അനുസരണ? വമാ ആതാക്കും റസൂൽ ഫഖുദു. ഖുർആൻ പറഞ്ഞു, വമാ നഹാക്കും അൻഹു ഫൻതഹു. കൊണ്ടുവന്നതിനെ നീ നെഞ്ചോട് ചേർത്ത് പിടിക്കുക അല്ലേ? നീ താടി വെച്ചാൽ ഒരു പ്രവാചക സ്നേഹിയാണ്. നീ നെരിയാണിക്ക് മുകളിൽ പുരുഷനാണെങ്കിൽ നീ ഡ്രസ്സ് ധരിച്ചാൽ നീ ഒരു പ്രവാചക സ്നേഹിയാണ് അല്ലേ? അങ്ങനെ എല്ലാ രംഗത്തും മാതൃകയില്ലാത്തത് എവിടെയുള്ളത്? അങ്ങനെ നബിനെ സ്നേഹിക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഹബീബായ പ്രവാചകൻ്റെ ചാരത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന രൂപത്തിൽ അവിടുത്തെ ജീവിതത്തെ പൂർണ്ണമായി കഴിവിൻ്റെ പരമാവധി അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായി ഒട്ടനവധി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു രോഗം ബാധിച്ച വേദനകൾ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം അവൻ്റെ മഹത്തായ ശിഫാഉൻ ആജില നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികമായി വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ട് പല അവസ്ഥകളിൽ. അള്ളാഹു അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോക്കിക്കളഞ്ഞ് സമാധാനവും നിർഭയത്വവും ജീവിതത്തിലുടനീളം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ക്യാൻസർ രോഗികൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകം വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം വലിയ രോഗത്തിൻ്റെ ഇരയായ ആളുകളുടെ ശരീരത്തിലെ രോഗാണുക്കളെ അവർക്ക് നൽകുന്ന മരുന്നുകളിലൂടെ നശിപ്പിച്ച് അള്ളാഹു അത്തരം പ്രയാസപ്പെടുന്ന ആളുകളെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത്തരം വലിയ പരീക്ഷണങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ
അള്ളാഹു സാധുക്കളായ പാപികളായ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനനുസൃതമായ ജീവിതം ഈ തുച്ഛമായ ഏത് സമയത്തും അവസാനിച്ചേക്കാവുന്ന ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഈമാനിക അന്തരീക്ഷത്തിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട ജീവിതം നയിക്കുന്ന യഥാർത്ഥ സ്വർഗാവകാശികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.